റഷ്യയിൽ നിന്നും പീരങ്കികളും റോക്കറ്റ് ലോഞ്ചറുകളും അടക്കം കനത്ത പ്രഹരശേഷിയുള്ള ആയുധങ്ങളുമായി നിരവധി IL-76 വിമാനങ്ങൾ ഇറാനിലെത്തിയെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അമേരിക്കയിൽ നിന്ന് ഫൈറ്റർ വിമാനങ്ങളും യുദ്ധക്കപ്പലുകളും അടക്കം ഒരു വൻ സൈനിക സന്നാഹം ഇസ്രായേൽ അതിർത്തിയിൽ നിലയുറപ്പിച്ചിരിക്കുന്നു. ഏതു വിധേനയും ലെബനൻ വിട്ടുപോകാൻ അമേരിക്കയും ഫ്രാൻസും UK അടക്കമുള്ള രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാർക്ക് നിർദ്ദേശം നൽകുന്നു. തങ്ങളുടെ പരിസരത്തുള്ള ബോംബ് ഷെൽട്ടറുകൾ സജ്ജമാക്കാനും ഭക്ഷണപാനീയങ്ങൾ സംഭരിക്കാനും ഇസ്രായേൽ തങ്ങളുടെ പൗരന്മാരോട് ആവശ്യപ്പെടുന്നു. എന്താണ് പശ്ചിമേഷ്യയിൽ നടക്കുന്നത്? ലോകം ഒരു യുദ്ധമുഖത്തേക്കാണോ വീണ്ടും നടന്നെടുക്കുന്നത്? എന്താണ് ഈ യുദ്ധസമാന സാഹചര്യത്തിലേക്ക് നയിച്ച കാര്യങ്ങൾ? നമുക്ക് പശ്ചിമേഷ്യയിലേക്കൊന്ന് കണ്ണോടിക്കാം. ഇറാനും ഇറാഖും ഇസ്രായേലും ഈജിപ്തും കുവൈറ്റും ലെബനനുമടക്കം 18 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഭൂപ്രകൃതിയെയാണ് പശ്ചിമേഷ്യ എന്ന് വിളിക്കുന്നത്. അനേകം മരുപ്രദേശങ്ങളുള്ള ഈ മേഖല എണ്ണഖനികളാൽ സമ്പന്നമാണ്. പശ്ചിമേഷ്യയിൽ സജീവ സാന്നിധ്യമുള്ള പൊളിറ്റിക്കൽ മിലിറ്റന്റ് ഓർഗനൈസേഷനാണ് ഹിസ്ബുള്ള. ഹിസ്ബുള്ള എന്ന വാക്കിൻ്റെ അർത്ഥം പാർട്ടി ഓഫ് ഗോഡ് അഥവാ ദൈവത്തിൻ്റെ പാർട്ടി എന്നാണ്. അതെ, സ്വന്തമായി ഒരു തീവ്രവാദി സൈന്യമുള്ള, സ്വന്തം പതാകയിൽ തോക്കിൻ്റെ ചിത്രമുള്ള ദൈവത്തിൻ്റെ പാർട്ടി. അമേരിക്കയും ഫ്രാൻസും ജർമ്മനിയും അടക്കം 25 രാജ്യങ്ങൾ ഹിസ്ബുള്ളയെ തീവ്രവാദി സംഘടനയായി ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇറാനിയൻ ആത്മീയ നേതാവായ ആയത്തുള്ള ഖൊമേനി രൂപം കൊടുത്ത ഷിയ സിദ്ധാന്തമാണ് ഹിസ്ബുള്ള പിന്തുടരുന്നത്. ഹിസ്ബുള്ള എന്ന സംഘടനയ്ക്ക് ഇറാനുമായും സിറിയയുമായും വളരെ അടുത്ത ബന്ധമാണുള്ളത്. ഹിസ്ബുള്ളയുടെ മാനിഫെസ്റ്റോയിൽ പ്രധാന ദൗത്യമായി പറയുന്നത് 2 കാര്യങ്ങളാണ്: ഇസ്രായേലിന്റെ സുപ്പീരിയറിസവും പലസ്തീൻ, ലെബനൻ അടക്കമുള്ള സ്ഥലങ്ങളിലെ കയ്യേറ്റങ്ങളും അവസാനിപ്പിക്കുക, അമേരിക്കയെയും അവരുടെ സഖ്യകക്ഷികളെയും സ്വന്തം മണ്ണിൽ നിന്ന് തുരത്തുക. 1987 സ്ഥാപിക്കപ്പെട്ട വെസ്റ്റ് ബാങ്കിലും ഗാസയിലും സജീവ സാന്നിധ്യമുള്ള പലസ്തീനിയൻ സുന്നി ഇസ്ലാമിക് സംഘടനയാണ് ഹമാസ്. ഇസ്രായേലിനെ ഇല്ലാതാക്കുകയാണ് ഹമാസിന്റെ പ്രഖ്യാപിത ലക്ഷ്യം. 2023 ഒക്ടോബർ 7 ഗാസ മുനമ്പിൽ നിന്നും ഇസ്രായേലിനെ ആക്രമിച്ച ഹമാസിന് വലിയ വിലയാണ് നൽകേണ്ടി വന്നത്. തിരിച്ചടിച്ച ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഹമാസിന്റെ അനേകം പ്രമുഖർ കൊല്ലപ്പെട്ടു. ലെബനിൽ ഹിസ്ബുള്ളയെയും പലസ്തീനിൽ ഹമാസിനെയും പിന്തുണയ്ക്കുന്ന ഇറാനുമായി കാലങ്ങളായി ഇസ്രായേൽ ശത്രുതയിലാണ്. വളരെ മുൻപ് തന്നെ ശത്രുതയിലായിരുന്ന ഇറാനും ഇസ്രായേലും പൊടുന്നനെ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് എത്തിയത് പ്രധാനമായും 2 കാരണങ്ങൾ കൊണ്ടാണ്. 2024 ജൂലൈ 30 ലെബനനിലെ ബൈറൂട്ടിൽ നടത്തിയ വ്യോമാക്രമണത്തിലൂടെ ഹിസ്ബുള്ള കമാൻഡറായിരുന്ന ഫുവസ് ശുക്രനെ ഇസ്രായേൽ കൊലപ്പെടുത്തിയത്. 2. ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോയുടെ ചെയർമാനായിരുന്ന പലസ്തീനിയൻ പൊളിറ്റീഷ്യൻ ഇസ്മായിൽ ഹനിയ ടെഹ്റാനിൽ കൊല്ലപ്പെട്ടത്. ഇറാന്റെ പുതിയ പ്രസിഡന്റായി മസൂദ് പസേഷ്കിയൻ സ്ഥാനമേൽക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാനായി ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലെത്തിയ ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെടുകയായിരുന്നു. മാസങ്ങൾക്ക് മുൻപ് തന്നെ ഗസ്റ്റ് ഹൗസിൽ സ്ഥാപിച്ചിരുന്ന ബോംബ് റിമോട്ട് ഉപയോഗിച്ച് ആക്ടിവേറ്റ് ചെയ്യുകയായിരുന്നു എന്നും ലേസർ ഗൈഡഡ് മിസൈൽ ഉപയോഗിച്ചാണ് കൊലപ്പെടുത്തിയത് എന്നും വാദങ്ങളുണ്ട്. ഇതിനു പിന്നിൽ ഇസ്രായേലാണ് എന്നത് പരസ്യമായ രഹസ്യമാണ്. ഈ വാദത്തിന് കൂടുതൽ ശക്തി പകർന്നുകൊണ്ട് ഇസ്രായേൽ മൗനം തുടരുകയാണ്. ഇസ്മായിൽ ഹനിയയെ വധിച്ചതിന് ഇസ്രായേലിനോട് പകരം ചോദിക്കുമെന്ന് ഇറാന്റെ ആത്മീയ നേതാവ് അലി ഖമനേയും ഫുവസ് ശുക്രനെ കൊലപ്പെടുത്തിയതിന് ഇസ്രായേലിനോട് പകരം ചോദിക്കുമെന്ന് ഹിസ്ബുള്ളയും പ്രഖ്യാപിച്ചു. കഴിഞ്ഞ ഏപ്രിൽ 1 സിറിയയിലെ ഇറാൻ കൗൺസിലേറ്റ് ആക്രമിച്ച് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോറിന്റെ മുതിർന്ന പട്ടാള ഉദ്യോഗസ്ഥരടക്കം 13 പേരെ ഇസ്രായേൽ കൊലപ്പെടുത്തിയിരുന്നു. അനേകം മിസൈലുകളും ഡ്രോണുകളും അയച്ച് ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ടാണ് ഇറാൻ ഇതിന് മറുപടി പറഞ്ഞത്. ഇസ്രായേലിന് ഒരേ സമയം നേരിടേണ്ടി വരുന്നത് പല സംഘങ്ങളെയാണ്. ഒരിടത്ത് ഇറാനും അവരുടെ ആർമിയായ IRGCയും, മറ്റൊരിടത്ത് ലെബനിലെ ഹിസ്ബുള്ളയും, ഇനിയും ഒരിടത്ത് ഹമാസും യമനിലെ ഹൂതികളും. ആസന്നമായ യുദ്ധത്തിലേക്ക് നീങ്ങുമ്പോൾ ഈ 2 രാജ്യങ്ങളുടെയും ശക്തി സ്രോതസ്സുകൾ എന്താണെന്ന് നോക്കാം. പ്രത്യേക പരിശീലനം നേടിയ ഇറാനിയൻ സൈന്യം IRGC, ഇതിൽ 1,90,000-ലധികം ആക്റ്റീവ് മെമ്പർമാരുണ്ട്. ഇറാന്റെയും ഇസ്രായേലിന്റെയും അയൽ രാജ്യങ്ങളായ പലസ്തീൻ, സിറിയ, ലെബനൻ, യമൻ, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിൽ ഇറാനെ ശക്തമായി പിന്തുണയ്ക്കുന്ന സായുധ സംഘടനകളുണ്ട്. ചുറ്റും വളഞ്ഞ് പ്രതിരോധം തീർത്തുകൊണ്ട് ഈ രാജ്യങ്ങളിൽ നിന്നെല്ലാം ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇറാന് കഴിയും. കൂടാതെ റഷ്യ എന്ന വൻ സൈനിക ശക്തിയുടെ പിൻബലവും ഇറാനുണ്ട്. ഇനി ഇസ്രായേലിന്റെ കാര്യമെടുത്താൽ ഏതൊരു മിസൈൽ ആക്രമണത്തെയും അതിശക്തമായി പ്രതിരോധിക്കാൻ കഴിയുന്ന അയൺ ഡോമാണ് ഇസ്രായേലിന്റെ പ്രധാന കരുത്ത്. സൈനിക രംഗത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സാങ്കേതികവിദ്യയും ഏറ്റവും മികവാർന്ന വ്യോമ പ്രതിരോധ ശേഷിയും ഇസ്രായേലിന് സ്വന്തമാണ്. അമേരിക്കയുടെ എല്ലാ തരത്തിലുള്ള സഹായ വാഗ്ദാനങ്ങളും നിലവിൽ ഇസ്രായേലിനുണ്ട്. ഇതിനെല്ലാം പുറമെ ലോകത്തെ മുഴുവൻ ഭീതിമുനയിൽ നിർത്തുന്ന മറ്റൊന്നുകൂടി ഇരുവരുടെയും പക്കലുണ്ട്. അതെ, ആണവായുധങ്ങൾ. ഇസ്രായേൽ മുൻപ് നടത്തിയ ആക്രമണങ്ങളെക്കാൾ ഇറാന്റെ മുഖത്തേറ്റ കനത്ത പ്രഹരമായാണ് ഇസ്മായിൽ ഹനിയയുടെ മരണം വിലയിരുത്തപ്പെടുന്നത്. സ്വന്തം രാജ്യത്ത് അതിഥിയായ ഹിസ്ബുള്ള നേതാവിനെ ഇസ്രായേൽ വധിച്ചത് തങ്ങളുടെ പരമാധികാരത്തിനേറ്റ ഏറ്റവും വലിയ വെല്ലുവിളിയായാണ് ഇറാൻ കണക്കാക്കുന്നത്. മറ്റു രാജ്യങ്ങളുടെ മുൻപിൽ തങ്ങളുടെ നഷ്ടപ്പെട്ട മാനം വീണ്ടെടുക്കാൻ അതിശക്തമായി തിരിച്ചടിക്കാണ് ഇറാൻ ഒരുങ്ങുന്നതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു.
രണ്ട് ആണവശക്തികൾ മുഖാമുഖം വരുമ്പോൾ ലോകം ഭീതിയിലാണ്. ഓരോ യുദ്ധത്തിനു ശേഷവും ബാക്കിയാകുന്നത് മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ബാല്യങ്ങളാണ്. കണ്ണുകളിലെ വെളിച്ചവും ജീവിതത്തിൽ അന്നുവരെ സ്വരുക്കൂട്ടി വെച്ച സമ്പാദ്യങ്ങളുമാണ്. നഷ്ടം അവർക്ക് മാത്രമാണ്. എരുത്തിയിൽ എണ്ണയൊഴിക്കുന്നതിന് പകരം അമേരിക്കയും റഷ്യയും അടക്കമുള്ള രാജ്യങ്ങൾ സമാധാന ദൂതിനായി ശ്രമിക്കട്ടെ. പശ്ചിമേഷ്യയിൽ സമാധാനം പുലരട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.